ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നല്ല അസലൊരു ചാളക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചാളയാണ് മേടിച്ചേക്കുന്നത്. അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് കാണിക്കാം. ചാളയൊക്കെ ക്ലീൻ ചെയ്തു. അതിൻ്റെ ചെറിയ മുട്ടയുണ്ട്, അതും കളയാതെ അതും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത്, ഞാൻ മാങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെറുതായിട്ട് ചെനിച്ചതാണെങ്കിൽ നല്ല പുളിയുള്ള മാങ്ങയാണ്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ വയ്ക്കുന്നത്. ഒരു മാങ്ങ ഇട്ടിട്ടുണ്ട്, വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല, ഈ മാങ്ങ മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഇഞ്ചിയും ഒരു പച്ചമുളകും അതും ഇട്ടു. പിന്നെ നമുക്ക് അരയ്ക്കാനുള്ളതാണ്. അരപ്പിന് തേങ്ങ ഒരു അരമുറി തേങ്ങ, അരമുറിയിൽ കൂടുതലായിട്ട് അരമുറി തേങ്ങ, ഉള്ളി, പിന്നെ വേണ്ടത് മുളക് പൊടി എടുക്കാം. മുളക് പൊടി ഇതേപോലത്തെ സ്പൂണിന് ഒരു 1.5 സ്പൂണ്. കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കാരണം അധികം എരിവ് ചേർക്കുന്നില്ല. എരിവ് വേണ്ടവർക്ക് കുറച്ചും കൂടിയൊക്കെ ചേർക്കാം. മല്ലിപ്പൊടി ഒരു 1.5 ചെറിയ സ്പൂണിന് 1.5 സ്പൂണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഇതേപോലത്തെ സ്പൂണിനൊരു 1/2 മതി, ഇത്ര മതി. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. കരിവേപ്പിലയും കൂടി ഇട്ട് അരയ്ക്കാം. അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് അതിലേക്ക് ചേർക്കാം. പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇളക്കി വയ്ക്കും. പാകത്തിന് വെള്ളം ചേർത്ത് കുറച്ചും കൂടി ചേർക്കാം. ചട്ടിയിലായിരുന്നിരുന്ന് കുറുകി വറ്റും. അത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഇനി ഉപ്പ് ചേർക്കട്ടെ. ഉപ്പ് പാകത്തിന് ചേർത്തിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. കരിവേപ്പില, അടുപ്പത്തേക്ക് വയ്ക്കാം. ഇതിപ്പോൾ അടുപ്പത്തേക്ക് വെച്ച് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ തീയിലാക്കിയിട്ട് അടച്ചു വയ്ക്കാം. തിളക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് നോക്കാം. മീൻകറി റെഡി ആയിട്ടുണ്ടാവും. തിളച്ചു പറ്റി. ഇനി ഇതിൽ കരിവേപ്പില ഇട്ട് കുറച്ച് കരിവേപ്പില ഇടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് ഒഴിച്ച് തീ ഓഫ് ചെയ്തു. ഒന്ന് ചുറ്റിച്ച് അവിടെ ഇരിക്കട്ടെ. അപ്പം നല്ല പാകത്തിനായിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. അത് തീ ഓഫ് ചെയ്താലും കുറച്ച് നേരം ഇങ്ങനെ തിളച്ചിരിക്കും. മൺചട്ടിക്ക് അതാ ഒരു പ്രത്യേകത. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല ഗുണസമ്പുഷ്ടമായിട്ടുള്ള മീനാണ് ചാള. അതിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.